ലോകം പുരോഗതിയിലേക്ക് മുന്നേറുമ്പോഴും ശാസ്ത്ര സാങ്കേതിക രംഗത്തടക്കം പ്രതീക്ഷയുടെ പുതുവഴികൾ നാം വെട്ടുമ്പോഴും സൈബർ രംഗത്തടക്കം വ്യാപിക്കുന്ന കുറ്റകൃത്യങ്ങൾ ഭീതിപ്പെടുത്തുന്നതാണ്. സ്മാർട്ട് ഫോണും ഇൻ്റർനെറ്റും അടക്കമുള്ള സാങ്കേതികത നമ്മുടെ വിരൽത്തുമ്പിൽ ഉള്ളപ്പോൾ പോലും ഇരുട്ടിലെവിടെയോ മറഞ്ഞു നിന്ന് കുറ്റകൃത്യം ചെയ്യുന്ന സൈബർ രംഗത്തെ കുറ്റവാളികൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 210 കോടി രൂപയാണ് മലയാളികളിൽ നിന്നും തട്ടിയെടുത്തിട്ടുള്ളത്. ചുരുങ്ങിയ കാലം കൊണ്ട് വലിയ വരുമാനം, അതായിരുന്നു മധുരം പുരട്ടിയുള്ള വാഗ്ദാനങ്ങളുടെ ആദ്യ തുക. ഇരകളെ കണ്ടെത്തുന്നത് സമൂഹ മാധ്യമങ്ങൾ. ഊരും പേരുമില്ലാതെ എങ്ങോ മറഞ്ഞു നിന്നുള്ള തട്ടിപ്പിനൊടുവിൽ കുറ്റവാളികളെ അന്വേഷിച്ച് കണ്ടെത്തുക പോലീസിന് വാരി കയറാൻ മതി. പോലീസ് കേന്ദ്രങ്ങൾ നൽകുന്ന വിവരമനുസരിച്ച് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 24,000-ഓളം പേരാണ് തട്ടിപ്പിനിരയായിട്ടുള്ളത്. അവർക്ക് നഷ്ടപ്പെട്ടതിൽ 20% തുക മാത്രമാണ് വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. സ്റ്റോക്ക് മാർക്കറ്റിംഗ് സൂചികകളുടെ ചലനത്തിനനുസരിച്ച് വലിയ സമ്പാദ്യം നേടാമെന്ന വാഗ്ദാനം നൽകി. വ്യാജ ട്രേഡിംഗ് വെബ്സൈറ്റുകളിലൂടെയുള്ള തട്ടിപ്പായിരുന്നു ഇതിൽ പ്രധാനപ്പെട്ടത്. സമൂഹ മാധ്യമങ്ങളിൽ പതിയിരിക്കുന്ന തട്ടിപ്പുകാർ നിക്ഷേപം നടത്തുകയാണെങ്കിൽ വലിയ ലാഭം തിരികെ ലഭിക്കുമെന്ന വാഗ്ദാനവുമായി ആളുകളെ സമീപിക്കുന്നതാണ് തട്ടിപ്പിന്റെ ആദ്യഘട്ടം. താല്പര്യം പ്രകടിപ്പിക്കുന്നവരെ വിവിധ ടെലഗ്രാം ഗ്രൂപ്പുകളിൽ ചേർക്കുകയും പണം നിക്ഷേപിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. നിക്ഷേപം നടത്തുന്നവർക്ക് തുടക്കത്തിൽ ലാഭവിഹിതം തിരികെ നൽകുന്ന തട്ടിപ്പുകാർ കൂടുതൽ പണം നിക്ഷേപിക്കാനുള്ള പ്രേരണയ്ക്കൊപ്പം തന്നെ കൂടുതൽ നിക്ഷേപിക്കുന്നതിനോടൊപ്പം ലഭിക്കാൻ പോകുന്ന ലാഭത്തിന്റെ കണക്കുകളും പറഞ്ഞ് മോഹിപ്പിക്കുന്നു. ഒടുവിൽ തട്ടിപ്പുകാരുടെ മധുര വാക്കുകൾക്ക് വശംവദരായി വലിയൊരു തുക നിക്ഷേപിച്ചതിന് ശേഷവും സർവീസ് ചാർജ്, ടാക്സ് എന്നെല്ലാം പറഞ്ഞ് നല്ലൊരു തുക കൂടി നേടിയതിനു ശേഷം തട്ടിപ്പുകാർ സ്ഥലം കാലിയാക്കും. 3,394 പേരിൽ നിന്നായി 74 കോടിയോളം രൂപയാണ് കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ തട്ടിയെടുത്തിട്ടുള്ളത്. ഇതിനു പുറകെ അന്വേഷണവുമായി ഇറങ്ങിയ പോലീസിന് 5,107 ബാങ്ക് അക്കൗണ്ടുകളും 3,289 മൊബൈൽ നമ്പറുകളും 239 സമൂഹ മാധ്യമ അക്കൗണ്ടുകളും 945 വെബ്സൈറ്റുകളും കണ്ടെത്താൻ സാധിച്ചു. ഇവയെല്ലാം പോലീസ് ബ്ലോക്ക് ചെയ്യുകയുണ്ടായി. സാമ്പത്തിക കുറ്റകൃത്യം നടന്നതിന് ശേഷവും പോലീസിൽ പരാതിപ്പെടാനെടുക്കുന്ന കാലതാമസം തന്നെയാണ് അന്വേഷണത്തിലെ പ്രധാന വെല്ലുവിളിയായി പോലീസ് കാണുന്നത്. പണം നഷ്ടപ്പെട്ട് 2 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പരാതി അറിയിക്കുകയാണെങ്കിൽ പണം നിക്ഷേപിച്ച അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യാനും അതിലൂടെ നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കാനുമുള്ള സാധ്യത ഉയർന്നതാണെന്ന് പോലീസ് പറയുന്നു. എന്നാൽ തട്ടിപ്പ് നടന്ന ദിവസങ്ങൾക്ക് ശേഷം പരാതിയുമായി എത്തുമ്പോഴേക്കും തട്ടിപ്പുകാർ പണവുമായി കടന്നു കളയുന്ന സ്ഥിതിവിശേഷമാണ്. സൈബർ രംഗം നിരവധി ചതിക്കുഴികൾ നിറഞ്ഞതാണ്. ആരെന്നോ ഏതെന്നോ അറിയാത്ത നിരവധി തട്ടിപ്പുകാർ സമൂഹ മാധ്യമങ്ങളിലടക്കം നമ്മളെ കാത്തിരിക്കുന്നു. പഴുതടച്ച കരുതലും ശ്രദ്ധയും മാത്രമാണ് പ്രതിവിധി. സാമ്പത്തിക ഇടപാടുമായി സമീപിക്കുന്നവരുടെ ആധികാരികത വ്യക്തമായി പരിശോധിക്കുക അത്യന്താപേക്ഷിതമാണ്. എന്നിട്ടും അമളി പിണഞ്ഞാൽ, തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ നിയമസഹായം തേടുക. ദേശീയ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 അതിനായി ഒരുക്കിയിട്ടുണ്ട്. എത്ര നേരത്തെ പരാതിപ്പെടുന്നോ അത്ര കണ്ട് നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കാനുള്ള സാഹചര്യമുണ്ടെന്ന് മറക്കാതിരിക്കുക.